സൈബർപങ്ക് 2077 മൈ റിവ്യൂ. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്ക് ഈ ഗെയിം ഇങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അല്ലാതെ ഈ സൈബർപങ്ക് 2077 ഒരു മോശം ഗെയിമാണെന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ CD Projekt Red ഫാൻസ് പ്ലീസ് ഡോണ്ട് ഗെറ്റ് ട്രിഗേർഡ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യത്തിലേക്ക് വരാം. സൈബർപങ്ക് 2077 ഇറങ്ങിയത് 2020-ലാണ്. ഈ ഗെയിം ഇറങ്ങിയപ്പോൾ ഈ ഗെയിമിന് ഒരുപാട് ഹെയ്റ്റ് കിട്ടി. ആൻഡ് ഈ ഹെയ്റ്റ് കിട്ടാൻ കാരണം ഈ ഗെയിം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഗെയിം ഉണ്ടാക്കിയ ഹൈപ്പ് തന്നെയാണ്. 7 വർഷം കൊണ്ട് ഡെവലപ്മെന്റിലായിരിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ ഇത് റിലീസ് ചെയ്യാൻ പോകുമ്പോൾ എത്രത്തോളം മാസീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് എന്നുള്ള ആ ഒരു ഹൈപ്പ് ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ മൊത്തം ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഹൈപ്പ് ബിൽഡ് ചെയ്ത് ലാസ്റ്റ് ഈ ഗെയിം റിലീസായി. ഈ ഗെയിം റിലീസായപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്. യെസ്, മൈ റിയാക്ഷൻ വാസ് എക്സാക്ട്ലി ദ സെയിം. അതുകൊണ്ട് തന്നെ ഈ ഗെയിം എനിക്ക് കളിക്കാൻ തോന്നിയില്ല. ഒട്ടും താല്പര്യം തോന്നാഞ്ഞത് കൊണ്ട് തന്നെ ഇത്രയും വർഷം ഞാൻ ഈ ഗെയിം കളിച്ചില്ല. എന്നിട്ട് ഇപ്പോൾ 2026 പാസ്റ്റ് ഇസ് പാസ്റ്റ്. നൗ സൈബർപങ്ക് 2027 came to be known as the biggest comebacks in the history of gaming. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇതിന്റെ ഡെവലപ്പേഴ്സ് പല പാച്ച് ഫിക്സ് കൊണ്ടും അപ്ഡേറ്റ്സ് കൊണ്ടും ഈ ഗെയിം ടോട്ടലി ഫിക്സ് ചെയ്തു. അപ്പോൾ ആദ്യം ഇറങ്ങിയ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന ഹെയ്റ്റ് മൊത്തം മാറി, ഇപ്പോൾ അപ്രിസിയേഷനായി. എന്നിട്ട് ആളുകൾ ഇത്രയധികം നല്ലത് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഈ ഗെയിം കളിക്കണം എന്ന് തോന്നി. ആ ഒരു സമയത്ത് എനിക്ക് PC ആയിരുന്നു. ഞാൻ ഓർത്തു PS5 എല്ലാം മേടിച്ചിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ PS5 മേടിച്ചു. എന്നിട്ട് ഇപ്പോൾ റീസെന്റ് ഞാൻ സൈബർപങ്ക് കളിച്ചു. ഓൾമോസ്റ്റ് 28+ hours ഞാനിത് കളിച്ചു. ഇതിന്റെ മെയിൻ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് എനിക്കിത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഐ ഫെൽറ്റ് ലൈക്ക് ദിസ് ഗെയിം ഇസ് വേ ടു ഈസി. അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഗെയിം കളിക്കുമ്പോൾ എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നണമെങ്കിൽ കുറച്ചെങ്കിലും ആ ഒരു ഗെയിം ഡിഫിക്കൽട്ട് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ കളിക്കുന്ന എല്ലാ മിഷൻസും എല്ലാ ലെവൽസും ഈസി ആയിട്ട് പാസ് ആകാൻ പറ്റുമെങ്കിൽ, നമുക്ക് തല ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് ടാക്ടിക്സ് യൂസ് ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഒരു സ്കില്ലും ഇല്ലെങ്കിലും നമുക്കൊരു 1-2 അറ്റംപ്റ്റിൽ കൂടുതൽ എടുക്കണ്ട, അത്രയും ഈസി ആയിട്ട് നമുക്ക് പാസ്സാകാൻ പറ്റുന്നതാണെങ്കിൽ അതിലെവിടെയാണ് ഒരു ഫൺ ഉള്ളത്, അതിലെവിടെയാണ് ഒരു എൻഗേജ്മെന്റ് ഉള്ളത്? എനിക്ക് ഈ ഒരു ഗെയിം അങ്ങനെയാണ് തോന്നിയത്. അതായത് ഇതിന്റെ ഡെവലപ്പേഴ്സ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഗ്രാഫിക്സിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും കൊടുത്തിട്ട് ഇതിന്റെ ഗെയിം പ്ലേയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് പ്രയോറിറ്റൈസ് ചെയ്യാതിരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇതിലൊരു മിഷൻ ഉണ്ട്, ഒരു ട്രക്ക് സ്റ്റീൽ ചെയ്യണം. അപ്പൊ ഈ ട്രക്ക് സ്റ്റീൽ ചെയ്യാൻ പോകുമ്പോൾ അവിടെ നിറച്ചും ഗാർഡ്സ് ആണ്. ഈ ഗാർഡ്സിന്റെ കയ്യിൽ എല്ലാം ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും വെൽ ആംഡ് ആണ്. അപ്പോൾ ആ ഒരു മിഷൻ കളിക്കുമ്പോൾ എനിക്ക് ഇതിന്റെ കൺട്രോൾസ് ഫെമിലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗൺ എങ്ങനെയാണ് എക്യൂപ്പ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഗണ്ണ് എക്യൂപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഗൺ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. നമ്മളുടെ കയ്യിൽ ഗണ്ണില്ല, അപ്പോൾ ഫിസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്താ ചെയ്തത്, വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓരോരുത്തരെയും പോയി ഇടിച്ചു കൊന്നു. പഞ്ചിങ് ബാഗ് ഇടിക്കുന്നത് പോലെ ഇടിച്ചുറക്കി. അപ്പൊ എന്താ, ഗാർഡ്സ് ഒക്കെ അലേർട്ടായി, എല്ലാവരും എന്നെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മളുടെ കയ്യിൽ ഈ സൈബർവെയർ ഹീലിങ്ങും അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ മെഡ്കിറ്റ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്ത് ലോ ആകുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് ഹെൽത്ത് റീപ്ലനിഷ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലെവൽ തോക്കുന്നില്ല. നമ്മളുടെ കയ്യിൽ ഒരു വെപ്പണും ഒരു കാര്യങ്ങളും ഇല്ല. നമ്മളുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും കയ്യിൽ ഗണ്ണുണ്ട്, എല്ലാവരും നമ്മളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാവരെയും ഓടിപ്പോയി പഞ്ചിങ് ബാഗ് ഇടിക്കുന്ന പോലെ ഇടിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഞാൻ ആ ഒരു മിഷൻ ഞാൻ പാസ്സായി. പൊതുവെ എല്ലാ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മളൊരു ഡിഫിക്കൽട്ടി ലെവൽ ചൂസ് ചെയ്യണം. ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നത് നോർമലാണ്. ഞാൻ എല്ലാ ഗെയിമും നോർമലിട്ട് തന്നെയാണ് കളിക്കാറുള്ളത്. സൈബർപങ്കും ഞാൻ അതുപോലെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇത്ര ഈസിയായി ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് ഹാർഡിലേക്ക് ഇട്ടു. ഹാർഡിലേക്ക് ഇട്ടപ്പോഴാണെങ്കിലും വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല. കൂടി വന്നാലും ഒരു 2-3 ബോസ് ഫൈറ്റ്സ് ഉണ്ടായിരുന്നു, കുറച്ചെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടായത്. നമ്മൾ ബാക്കിയുള്ള ഗെയിമുകളൊക്കെ ആയിട്ട് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒന്നും വേണ്ട, ഒരു സൂപ്പർ ഹീറോ ഗെയിം ആയിട്ടുള്ള സ്പൈഡർമാനിലെ ഒരു ബോസ് ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10-12 തവണ തോറ്റ് കഴിയുമ്പോഴാണ്, തോറ്റ് മതിയായി കഴിയുമ്പോഴാണ് നമ്മൾ ജയിക്കുന്നത് ഒരു വട്ടം. പക്ഷെ ഇതിലങ്ങനെയല്ല. ഇത് നമ്മൾ സൂപ്പർ ഹീറോ ഒന്നുമല്ല എങ്കിൽ പോലും നമ്മുടെ ക്യാരക്ടർ വി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർ പവേർഡ് ആണ്. അപ്പോൾ ഒരു ടാങ്ക് പോലെയാണ് വി. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒട്ടും ഇത് ചലഞ്ചിങ് ആയിട്ട് തോന്നില്ല, ഒട്ടും എൻഗേജിങ് ആയിട്ട് തോന്നില്ല. ഇപ്പോൾ ഡേയ്സ് ഗോൺ, ലാസ്റ്റ് ഓഫ് അസ്, സ്പൈഡർമാൻ, ഇപ്പൊ GTA പല മിഷൻസും, അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഒരുപാട് തോറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജയിക്കുന്നത്. അപ്പോൾ അതിൽ കിട്ടുന്ന ഒരു കിക്ക്, അതിൽ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഇസ് ടോട്ടലി വേറെ ലെവൽ.
ഓക്കെ, ഇതാണ് സൈബർ പങ്കിനെ കുറിച്ചുള്ള എൻ്റെ ഫസ്റ്റ് കംപ്ലൈന്റ്. രണ്ടാമത്തെ കംപ്ലൈന്റിലേക്ക് വരാനാണെങ്കിൽ എനിക്ക് സൈബർ പങ്ക് ഫീൽ ചെയ്തത് ഒരു ഇന്ററാക്റ്റീവ് മൂവി പോലെയാണ്. അതായത് ഇപ്പോൾ റീസെന്റ് ഡെയിലി ഗെയിം കളിക്കാനൊന്നും ഒരുപാട് ടൈം കിട്ടാറില്ല. 1 മണിക്കൂർ മാക്സിമം കൂടി വന്നാൽ 1.5 മണിക്കൂറാണ് മാക്സിമം ഗെയിം കളിക്കാൻ കിട്ടാറുള്ളത്. അങ്ങനെയുള്ള സമയത്ത് 1 മണിക്കൂർ ഗെയിം കളിക്കുമ്പോൾ അതിൽ 40 മിനിറ്റ് കട്ട് സീനും കോൺവെർസേഷൻസും ഡയലോഗ്സും മാത്രം വരുമ്പോഴേക്കും നമ്മളവിടെ ഗെയിം കളിക്കുന്നില്ല, നമ്മൾ ചുമ്മാ ഇരിക്കുകയാണ്, ടി വി കേട്ട് നോക്കിക്കൊണ്ട് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഗെയിം കളിക്കുക എന്നുള്ള ഒരു ഫീലിംഗ് തന്നെ ഇല്ലാണ്ടാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ചിലരെങ്കിലും പറയും, അപ്പം നിനക്ക് ഈ തീയും പുകയും വെടിവെപ്പൊക്കെ ഉള്ള ഭയങ്കര സ്പീഡിലുള്ള ഗെയിം മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ അല്ലേ എന്ന് ചിലരെങ്കിലും പറയും. ബ്രോ, മൈ ഫേവറേറ്റ് ഗെയിം ഇസ് റെഡ് ഡെഡ് റിഡംഷൻ 2. റെഡ് ഡെഡ് റിഡംഷൻ 2 എത്രത്തോളം സ്ലോ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഒരു ഗെയിമും സൈബർ പങ്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, റെഡ് ഡെഡ് റിഡംഷൻ 2 ഇസ് എ സ്ലോ ബേൺ. പക്ഷേ സൈബർ പങ്കിലേക്ക് വരുമ്പോഴേക്കും സ്ലോ മാത്രമേ ഉള്ളൂ, ബേൺ ഇല്ല. റെഡ് ഡെഡ് റിഡംഷൻ 2 എത്രത്തോളം സ്ലോ ആണെങ്കിലും ദർ ആർ മൊമെന്റ്സ് വെൻ ഇറ്റ് ഗെറ്റ്സ് ഹൈ. എന്ന് വെച്ചാൽ നമുക്ക് ഹൈ തരുന്ന കുറേ മൊമെന്റ്സ് ഉണ്ട്, നമുക്ക് ഈ ഗൂസ് ബംസ് തരുന്ന കുറേ മൊമെന്റ്സ് ആ ഒരു ഗെയിമിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്ലോ ആയാലും അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റും, കാരണം നമുക്കറിയാം ഈ ഗെയിം നമുക്ക് എന്താണ് ഇനി ഫ്യൂച്ചറിൽ തരാൻ പോകുന്നതെന്ന്. പക്ഷേ സൈബർ പങ്കില് ഇതേപോലെ ഹൈ വരാൻ വേണ്ടി കാത്തിരുന്നല്ലാതെ ഇങ്ങനെ ഇരുന്നിരുന്ന് ലാസ്റ്റ് ആയപ്പോഴേക്കും ഗെയിം തീർന്നു പോയി. Feel anything? No. 28 മണിക്കൂർ ഞാൻ ഈ ഒരു ഗെയിം കളിച്ചിട്ട് ഒരു ഹൈ പോലും കിട്ടാതെ ഈ ഗെയിം തീർന്നു പോയല്ലോ എന്നുള്ള ഒരു കംപ്ലൈന്റ് ആണ് എനിക്ക് മെയിൻ ആയിട്ടുള്ളത്. ഗെയിം തീർന്നു പോയത് ഏറ്റവും വലിയ കോമഡിയാണ്. അതായത് ഇപ്പോൾ റീസെന്റ് ആയിട്ട് PS5 മേടിച്ചിട്ട് 2-2.5 മാസമായി. ഈ 2.5 മാസത്തിനിടയിൽ ഞാൻ കുറച്ച് ഗെയിമുകൾ കളിച്ചു. ലാസ്റ്റ് ഓഫ് എസ്, അല്ലെങ്കിൽ സ്പൈഡർമാൻ 2, ലാസ്റ്റ് ഓഫ് എസ് 2, ഗോസ്റ്റ് ഓഫ് സുഷിമ. അപ്പോൾ ഈ ഗെയിമെല്ലാം കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്, ഓക്കെ നെക്സ്റ്റ് എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഡെയിലി ഞാൻ PS5 കുറച്ച് സമയമെങ്കിൽ കുറച്ച് സമയം ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ സൈബർ പങ്ക് സ്റ്റാർട്ട് ചെയ്തത്. സൈബർ പങ്ക് ഏകദേശം 28 മണിക്കൂറോളം ഞാൻ ഈ ഗെയിം കളിച്ചിട്ട് എനിക്ക് ഹൈ മൊമെന്റ്സ് ഒന്നും കിട്ടുന്നില്ല. ലാസ്റ്റ് ആയപ്പോഴേക്കും ഞാൻ ഓർത്തു നിർത്തിയാലോ, കാരണം എനിക്ക് മതിയായി. എനിക്ക് ഈ ഒരു ക്യൂരിയോസിറ്റി ഇല്ല, ഒന്നുമില്ല, അടുത്തത് എന്താണെന്ന് അറിയാനുള്ള ആ ഒരു സാധനം ഒന്നും എനിക്ക് ഈ ഗെയിം കളിച്ച് കിട്ടുന്നില്ല. പക്ഷെ എല്ലാവരും പറയുന്നുണ്ട് ഇത് കിടിലൻ ഗെയിമാണെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മണിക്കൂർ കളിച്ചത്. പക്ഷെ ഞാൻ ലാസ്റ്റ് വിചാരിച്ചു എന്തായാലും നിർത്താം, ഇനി വെറുതെ സമയം കളയണ്ടെന്ന് വിചാരിച്ചു. എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല. ഗെയിം മേ ബി നല്ലതായിരിക്കും, പക്ഷെ എനിക്കിത് ഓക്കെ ആവുന്നില്ല. ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും നിർത്തണേണ്, അൺഇൻസ്റ്റാൾ ചെയ്യണേണ്. അപ്പോൾ അതിനു മുമ്പ് ChatGPT-നോടൊന്ന് ചോദിക്കാം, ഞാൻ ഇപ്പൊ നിൽക്കുന്ന മിഷന്റെ പേര് കൊടുത്തിട്ട് ഇനി എന്തോരം കൂടി ഈ ഗെയിം ഉണ്ട്, ഞാൻ എത്രത്തോളം ഫിനിഷ് ചെയ്തു എന്നൊന്നും അറിയാൻ വേണ്ടിയാണ്. ChatGPT-നോട് ചോദിച്ചപ്പോൾ ChatGPT പറഞ്ഞു ഒരു 30 മിനിറ്റ്സ് കൂടി ഉണ്ടെന്ന്. ഞാൻ ഓർത്തു എന്തായാലും 30 മിനിറ്റ്സ് അല്ലേ ഉള്ളൂ, എന്തായാലും ഈ ഗെയിം ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ ലാസ്റ്റ് 30 മിനിറ്റ്സ് ഫുള്ളും ഈ പറയുന്ന പോലെ ഡയലോഗ്സ്, കോൺവെർസേഷൻസ് എല്ലാം ആണ്. ഓക്കെ, ഈ ഗെയിമിന്റെ സ്റ്റോറി എനിക്ക് എൻഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ പോലും എനിക്ക് ഈ ക്യാരക്ടേഴ്സ് ആയിട്ട് ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഈ ഒരു ഗെയിമിലെ ക്യാരക്ടേഴ്സ് ആയിട്ട് തോന്നിയില്ല. മേ ബി അതുകൊണ്ടായിരിക്കും ഞാൻ ഈ ഒരു ഗെയിം എൻജോയ് ചെയ്യാനത്. വീണ്ടും ഞാൻ പറയുന്നത് ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എനിക്ക് ഇങ്ങനെയാണ് ഈ ഒരു ഗെയിം ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, സൈബർ പങ്കിലെ സൈഡ് ക്വസ്റ്റും ഈ ക്യാരക്ടർ ഇന്ററാക്ഷൻസ് ഒക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പനം പാൽമർ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, ആ ഒരു സ്റ്റോറി ലൈൻ എല്ലാം നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചത് ഇതെല്ലാം മെയിൻ സ്റ്റോറിയിൽ പെടുന്ന കാര്യങ്ങളാണെന്നാണ്. അപ്പോൾ ഓൾറെഡി ഞാനൊരു 28 അവേഴ്സ് ഈ ഒരു ഗെയിമിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ ഈ ഒരു 28 അവേഴ്സ് ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് ഞാൻ ഇനി വീണ്ടും സൈഡ് ക്വസ്റ്റിന്റെ പുറകിൽ പോകണ്ടല്ലോ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. കാരണം എനിക്ക് മനസ്സിലായി ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഈ ഗെയിം എൻജോയ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും, പക്ഷെ എനിക്ക് ഈ ഗെയിം എൻജോയബിൾ ആയിട്ട് തോന്നിയില്ല. ഈ ഒരു ഗെയിമിൽ ഇത്ര നാൾ കൊണ്ട് സ്പെൻഡ് ചെയ്ത് 28 അവേഴ്സ് ഭയങ്കര വലിയ സംഭവമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഗെയിംസും ഇതേപോലെ 50+, 100+ അവേഴ്സ് ഒക്കെ ആളുകൾ കളിക്കാറുണ്ട്. പക്ഷെ ഈ 28 അവേഴ്സ് ഇരുന്നിട്ടും എനിക്കിത് എൻജോയബിൾ ആയിട്ട് തോന്നിയില്ലെങ്കിൽ വീണ്ടും അതിൽ ഹോൾഡ് ഓൺ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഗെയിം നിർത്തിയത്. ഈ ഗെയിമിലെ പോസിറ്റീവ്സ് എന്ന് പറയാനുള്ളത്, ഏറ്റവും ആദ്യം പറയേണ്ടത് ഗ്രാഫിക്സ് തന്നെയാണ്. അൾട്രാ റിയലിസ്റ്റിക് ആയിട്ടുള്ള ടോപ്പ് നോച്ച് ഗ്രാഫിക്സ് ആണ്. പിന്നെ നൈറ്റ് സിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൽ ഈ നൈറ്റ് സിറ്റിയിലൂടെ ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഇനി വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് എന്നെ പോലെ സൈബർ പങ്കിനെ കുറിച്ച് ഇതേ തോന്നലുള്ളവർ കമന്റ്സിൽ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.